കാരണം എന്താ? ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ സാലിഹീങ്ങളുടെ പ്രഭേദമെന്നറിയോ? അത് എങ്ങനെയാണ് കരസ്ഥമാകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനൻ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹു പറയുന്നു, തറാഹും നബിയേ, അങ്ങക്ക് സഹാബത്തിനെ കാണാം, അങ്ങയുടെ അനുചരന്മാരെ കാണാം. എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്, റുകൂ ചെയ്യുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ്. അവരുടെ അടയാളം എന്തെന്നറിയോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ മുഖത്തോ ഈമാനിന്റെ പ്രകാശമാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്തു കാണാം. സുജൂദിന്റെ അടയാളങ്ങൾ, നമസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായി കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് സ്വാലിഹീങ്ങളുടെ പ്രഭ എന്ന് പറയുന്നത്. അതാണ് സ്വാലിഹീങ്ങളുടെ പ്രകാശം. അത് ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്ന് അല്ലാഹു തആല എടുത്തു കളയും നിസ്കാരത്തിന് നിസ്സാരവൽക്കരിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഇനിയിപ്പോ എന്ത് ചെയ്താലും ആ പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭ അത് ഒരിക്കലും നമുക്ക് വരുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട, ഒരിക്കലും ഉണ്ടാവൂല. ചുരുക്കി ഞാൻ പറയാൻ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ശിക്ഷയാണ് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്നത്. സ്വാലിഹീങ്ങളുടെ പ്രകാശം അവന്റെ മുഖത്ത് നിന്നെടുത്ത് അല്ലാഹു കളയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹൻ എന്ന് പറയാൻ, സ്വാലിഹായ മനുഷ്യനെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് കഴിയോ? എന്തുകൊണ്ട് കഴിയൂല? എന്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ മുന്നില് പ്രവാചക പ്രഭുവിന്റെ പേര് പറഞ്ഞാൽ ആവേശത്തോടെ സലാത്ത് ചെല്ലുന്നതിനേക്കാ ആവേശത്തോട് കൂടിയിട്ടല്ലേ പിശാചിന്റെ പേര് കേൾക്കുമ്പോ ശാപത്തിന്റെ വാക്ക് പറയുന്നത്? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നതിന്റെ ഗൗരവം, അതല്ലെങ്കിൽ എത്രത്തോളം ആവേശം എന്തായിരുന്നാലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആരും ചൊല്ലാറില്ല. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ എത്ര ഒച്ചത്തിലാണ് നമ്മൾ വിളിക്കുന്നത്. ഈ പാവപ്പെട്ടൻ ചെയ്ത തെറ്റെന്താ? ഈ ഇബ്ലീസ് ചെയ്ത തെറ്റെന്താ? ഒരു ചെറിയ തെറ്റാണ് ചെയ്തത്, ഒരു ചെറിയ തെറ്റ്. അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ല, മറിച്ച് ഒരു സൃഷ്ടിയുടെ മുന്നിൽ, ഒരു സൃഷ്ടിയാകുന്ന ആദമിന്റെ മുന്നിൽ പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട ആ മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ മണ്ണിനാൽ പടയ്ക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതും ഇന്നത്തെ പോലത്തെ സുജൂദല്ല, ഒരു ചെറിയ താണു വണങ്ങിക്കൊടുക്കുന്ന ഒരു ചെറിയൊരു സുജൂദ്. എന്തായിരുന്നാലും എനിക്കൊന്നും അറിയില്ല, നിനക്ക് എല്ലാം അറിയാവൂ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ കാണിക്കുന്ന ഒരു ചെറിയ ഒരു ആദരവ്, അത്രമാത്രം അല്ലാഹു ചോദിച്ചപ്പോൾ പിശാച് ചെയ്തില്ല. അതിന്റെ പേര് ശപിക്കപ്പെട്ടവനായി മാറി. ആ പിശാചിന്റെ പേര് കേൾക്കുമ്പോഴാണ് ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത്. ആരാ പറയുന്നത്? ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒരു സുജൂദ് ഒഴിവാക്കിയപ്പോൾ അല്ലാഹു ശപിക്കപ്പെട്ട ഒരു ഒരു ഇബ്ലീസിന്റെ പേരിൽ, ഒരു സൃഷ്ടിയുടെ പേരിൽ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുള്ള സുജൂദ് ദിവസവും ഒഴിവാക്കുന്നവനാ ലഅനത്ത് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അവനെ കാണുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് മുസാഫത്ത് ചെയ്തിട്ട് നമ്മൾ പോകണം. അവനെക്കാലം എത്രയോ എൻ്റെ പ്രിയപ്പെട്ടവരെ അധപ്പതിച്ചവരാണ് ഞാനും നിങ്ങളും. നിസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്നവർ, നമസ്കാരത്തിന് ഗൗരവം കാണിക്കാത്തവർ. എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ഓർത്തു നോക്ക്. ഒരു മനുഷ്യൻ രാവിലെ നടക്കാനിറങ്ങിയതാണ്. രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് കൂടിയിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ വരുന്ന ആൾ ആരാണെന്ന് അറിയില്ല. കൂടിക്കോളാൻ പറഞ്ഞു. എന്തായിരുന്നാലും ഒരു യാത്രയല്ലേ. അങ്ങനെ രണ്ടുപേര് സന്തോഷത്തോടെ യാത്ര തുടങ്ങി. രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇത് പരിചയപ്പെട്ടില്ല. പാതിരാത്രി കിടക്കാൻ വേണ്ടി കിട്ടി രാവിലെ ഇറങ്ങി നടന്ന മനുഷ്യന് പായ വിരിച്ചപ്പോൾ കൂടെ രണ്ടാമത് വന്ന് കൂടിയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോവാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസ്, ഞാൻ ശൈത്താനാണ്. എന്താ നീ പെട്ടെന്ന് ഓടിപ്പോകുന്ന? ലിമ തഹ്റുബു മിന്നി, എന്താ പെട്ടെന്ന് ഓടിപ്പോകുന്ന കാരണം എന്താണ്? ആ സന്ദർഭത്തിൽ പിശാച് പറഞ്ഞ എന്തെന്നറിയോ? ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു എന്നെ ശപിച്ചു. ഈ രീതിയിൽ ഞാനായി. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും എന്റെ പേര് കേൾക്കുമ്പോൾ ശപിക്കുന്നു. എന്നാൽ രാവിലെ മുതൽ നിന്റെ കൂടെ ഞാൻ കൂടി
നീ സുബൈ നിസ്കരിച്ചില്ല, ളുഹർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല, ഇപ്പൊ രാത്രി ഇതാ കിടക്കാൻ വേണ്ടി പായ വിരിച്ചിരിക്കാൻ. ഇനി നിന്നാൽ, ഇനി റബ്ബിന്റെ ഒരു പരീക്ഷണം വന്നാൽ അത് സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പോവാൻ എന്ന് പറഞ്ഞിട്ട് പിശാചി മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി. അത്രേ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് മനുഷ്യര്. അതിൽ നിന്ന് അള്ളാഹു താല പ്രത്യേകമാക്കിയ വിഭാഗമാണ് അവന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനും എന്ന് സമർപ്പിക്കാനുമുള്ള ബോധമുള്ള ഒരു വിഭാഗം. ആ വിഭാഗത്തിന്റെ പ്രകാശം പോലും നമ്മുടെ മുഖത്ത് നിന്ന് അള്ളാഹു എടുത്ത് കളയുമെന്നാണ്. നിസ്കാരത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ നിന്ന്, അവന്റെ അധ്വാനത്തിൽ നിന്ന്, അവന്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹു ബറക്കത്തെടുത്ത് കളയുമെന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തില്, അവന്റെ മുഖരാവിൽ നിന്ന് സ്വാലിഹീങ്ങളുടെ പ്രകാശത്തെ അള്ളാഹു എടുത്ത് കളയുമ്പോ, മൂന്നാമതാകട്ടെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? മൂന്നാമതാകട്ടെ യകൂന മബ്ഹൂലൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ലോകത്തുള്ള വിശ്വാസികളുടെ മാനസാന്തരങ്ങളില്, ലോകത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളറകളില് അവനോട് വല്ലാത്ത ദേഷ്യമായിരിക്കുമെന്ന് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളില് നിസ്കാരമില്ലാത്ത എന്നെയും നിങ്ങളോടും വല്ലാത്ത ദേഷ്യമായിരിക്കുന്നരാ. നിങ്ങൾ ചിന്തിക്കുമല്ലോ, ഈ സ്ഥലത്ത് താമസിക്കുന്ന ഞാന് എന്റെ ചെറ്റക്കൂരയുടെ ഉള്ളില് നിസ്കാരം ഉപേക്ഷിച്ചാൽ, എന്റെ വീടിന്റെ ഉള്ളറകളിൽ ഞാൻ നമസ്കാരം ഉപേക്ഷിച്ച എങ്ങനാണ് ലോകത്തുള്ള വിശ്വാസികൾ അത് തിരിച്ചറിയുക? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള അല്ലാഹുവിന്റെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളുണ്ടല്ലോ, 180 കോടിയോളം വരുന്ന വിശ്വാസികള്. വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളറകളില് നിസ്കാരമില്ലാത്തവനോട്, നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവനോട് വല്ലാത്ത ദേഷ്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് തിരിച്ചറിയുക? എങ്ങനെയാണ് ഇവിടെ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ, തിരുവനന്തപുരം ജില്ലയില് എന്റെ പ്രിയപ്പെട്ടവരെ താമസിക്കുന്ന ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എങ്ങനെയാ സാക്ഷാ ബറാക് ഒബാമയുടെ അമേരിക്കയിലുള്ള വിശ്വാസം തിരിച്ചറിയുക? എങ്ങനെയാണ് പാകിസ്ഥാനിലെ മുസ്ലിം തിരിച്ചറിയുക? എങ്ങനെയാണ് കശ്മീരിലെ മുസ്ലിം തിരിച്ചറിയുക? എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരത്തിൽ പടച്ചോന്റെ കാര്യം മാത്രമല്ലല്ലോ പറയുന്നത്, പുണ്യപ്രവാചകന്റെ കാര്യം പറയുന്നല്ലോ. പുണ്യപ്രവാചകന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഒരാള് നിസ്കരിക്കാൻ വേണ്ടി കയ്യൊന്ന് കെട്ടിയാണ്ട് പടച്ചോന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി കേട്ടോ എല്ലാ കളഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നെഞ്ചിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കയ്യൊന്ന് കെട്ടിയാ അവന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ടി ദുആരക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണേ, അത്തഹിയ്യാത്തിൽ വന്നിരിക്കുമ്പോ ഞാനും നിങ്ങളും ദുആരക്കുന്നല്ലോ. നമസ്കാരത്തിന് തൊട്ട് മുമ്പായി പാവപ്പെട്ടവനുമായി മൽപ്പിടുത്തം നടത്തിയിട്ട്, അയൽവാസിയുമായി മൽപ്പിടുത്തം നടത്തിയിട്ട്, വാക്കേറ്റം നടത്തിയിട്ട്, അയൽവാസിയെ കുത്തി വലത്തിയിട്ട് വന്ന് നിസ്കരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, നീ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിന്റെ കുത്തേറ്റ് മറന്നു വീണനായ വിശ്വാസിക്കും നീ ദുആരക്കുന്നില്ലേ? ലോകത്തേറെ വിശ്വാസികളുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിനെയും പ്രവാചകരെയും കൊണ്ട് വിശ്വസിക്കുന്ന, കലിമയിൽ വിശ്വസിക്കുന്നവരെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി ദുആരക്കുകയാണ്. പാലക്കാട് ജില്ലയിൽപ്പെട്ടവരായിരുന്നാൽ, മലപ്പുറം ജില്ലയിൽപ്പെട്ടവരായിരുന്നാൽ, തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടവരായിരുന്നാൽ, എന്റെ സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വേണ്ടി കയ്യൊന്ന് കെട്ടിയാ എത്ര വൈരാഗ്യമുണ്ടെങ്കിലോ, എത്ര പ്രതിഷേധമുണ്ടെങ്കിലോ, എത്രത്തോളം വൈഷമ്യങ്ങളുണ്ടെങ്കിലോ ലോകത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടി ദുആരക്കുന്നില്ലേ? എപ്പോഴാണ് ദുആരക്കുക? നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ എന്റെ പടച്ചോന്റെ കാര്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടടോ. മുത്തുനബിയുടെ കാര്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ, നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. പിന്നെ ആരുടെ കാര്യം കൂടി പറയണം? ലോകത്തുള്ള വിശ്വാസികളുടെ മുഴുവൻ കാര്യങ്ങളും നീ പറയണ്ടേ?
ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ കാര്യവും നീ പറയുന്നുണ്ട്. എപ്പോഴാണ് പറയുന്നത്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ.